മലയാള സിനിമാ ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കി മറിച്ചിടാൻ ത്രാണിയുള്ള ദ വൺ ആൻഡ് ഓൺലി മുനിയാണ്ടി. മുനിയാണ്ടി ആരാണെന്ന് ഞാൻ വിശദീകരിച്ചു തരേണ്ട കാര്യമുണ്ടോ? എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം ആരാണ് ഈ മുനിയാണ്ടി എന്നുള്ളത്. ആയമ്മയുടെ പേര് ഞാൻ ഇനി അങ്ങോട്ട് വ്യക്തമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മുനിയാണ്ടി പല നടന്മാർക്കെതിരെയും ഓടി നടന്ന പരാമർശനങ്ങൾ, പീഡന പരാമർശനങ്ങൾ നടത്തിയതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ മുനിയാണ്ടി പുതിയൊരു ഐറ്റം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. മുനിയാണ്ടി ഇന്നലെ വൈകുന്നേരം കണ്ടിട്ടൊരു പോസ്റ്റ്, നമ്മുടെ ഫേസ്ബുക്കിൽ മുനിയാണ്ടിയുടെ അക്കൗണ്ടിൽ ഇട്ടൊരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. പോസ്റ്റ് ഇങ്ങനെയാണ്: എ മോർഫ്ഡ് വീഡിയോ അമ്മച്ചി എഴുതി വന്നപ്പോഴത്തേക്ക് അത് വീഡിയോ എന്നായി പോയി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എ മോർഫ്ഡ് വീഡിയോ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എ മോർഫ്ഡ് വീഡിയോ ഈസ് സർക്കുലേറ്റിംഗ്. ബി കെയർഫുൾ ഓഫ് വാച്ചിങ് ആൻഡ് ഷെയറിങ്. DGP ഈസ് ഓൺ ദ കേസ്. അപ്പോൾ നമ്മുടെ മുനിയാണ്ടി പറയുന്നത് മുനിയാണ്ടിയുടെ ഏതോ ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് മോർഫ്ഡ് വീഡിയോ ആണ്. നിങ്ങൾ ആരും കാണരുതേ, ഷെയർ ചെയ്യരുതേ. DGP അതിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. കേസിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ മുനിയാണ്ടി വന്നിട്ട് പറയുന്നത്. അപ്പൊ ഈ മോർഫ്ഡ് വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇങ്ങനെ ഒരു മോർഫ്ഡ് വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല. അപ്പൊ ഇത് കാണാത്തവരെയും കൂടെ അറിയിക്കുക എന്നുള്ളതാണോ ഈ മുനിയാണ്ടിയുടെ ഒരു ഉദ്ദേശം? എനിക്ക് അറിയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ആരും ഇത് ഇങ്ങനെ ഒരു സംഗതി അറിഞ്ഞിട്ടില്ല. എൻ്റെ അറിവിൽ ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല കേട്ടോ. മുനിയാണ്ടിയുടെ ഇങ്ങനെ ഒരു സാധനം കിടന്ന് കളിക്കുന്നുണ്ടെന്നൊന്നും. ഇതിപ്പം അറിയാത്തവരെയും കൂടെ ഞാൻ പറഞ്ഞ കണക്ക് മുനിയാണ്ടി അറിയിക്കുകയാണ്, പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടെന്ന് ഞാനല്ല. മറ്റേ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്ന മറ്റേ പീഡിപ്പിച്ചു, അവരെന്നെ അന്നങ്ങനെ പീഡിപ്പിച്ചായിരുന്നതേ. ഞാൻ കണ്ടതോ 3 പേരെ ടുട്ടു. ഇതൊക്കെ മറ്റേ ചിരിച്ച് ആസ്വദിച്ച് പറയില്ലേ, ആ ഒരു മൂഡിലാണ് തോന്നി വന്ന് ഈ ഒരു സാധനം കൂടെ എഴുതിയിട്ടിരിക്കുന്നത്. എൻ്റെ സാധനം കിടന്ന് കറങ്ങുന്നുണ്ട്, നിങ്ങൾ ആരും കാണരുതേ, ഷെയർ ചെയ്യരുതേ, കേസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മാമി ആ എഴുതിയത്തെ മോർഫ്ഡ് വീഡിയോ എന്നൊക്കെ വാട്ടവർ, ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റർ നമ്മുടെ മുനിയാണ്ടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മുനിയാണ്ടിയുടെ അടിയിൽ 1-2 കമന്റ് വന്നു. ഞാൻ ആ കമന്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്, നല്ല രസമുണ്ട്. ആദ്യത്തെ കമന്റ്: ക്യാൻ യു ഷെയർ ദ ലിങ്ക് ഹിയർ സോ വി ക്യാൻ മാർക്ക് ഇറ്റ് ആസ് നോട്ട് ടു വാച്ച് ആൻഡ് ഷെയർ. ബുദ്ധിവൻ, മിടുക്കൻ. ഇവൻ വേറെ എവിടെയെങ്കിലും ഒക്കെ എത്തും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യേണ്ടതായിരുന്നു. നമുക്കൊക്കെ അറിയാമായിരുന്നല്ലോ ഇങ്ങനെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ടോ. ഇനിയും നമ്മളാരും കണ്ടിട്ടില്ല ആൻറ്റി. എനിക്കറിഞ്ഞൂടാ ഇതൊക്കെ എവിടെ വന്ന് കിടക്കുന്നുള്ള സാധനമൊന്നും എനിക്കറിയില്ല. ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്തിനാണ് മുനിയാണ്ടി നിങ്ങൾ 10 പേരെ കൂടുതൽ അറിയിക്കാൻ പോകുന്നത്? അത് വന്നു കാണുന്നവർക്ക് അത് വേയിക്കാതെ മനസ്സിലാവും, അത് തള്ളിക്കളയും. ഇല്ലെങ്കിൽ ഇപ്പൊ പോലീസ് നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് പോലീസുകാർ കാണുന്നവന്മാരെ ഷെയർ ചെയ്യുന്നവന്മാരെയൊക്കെ പൊക്കട്ടെ. പക്ഷെ ഇതും പറഞ്ഞു കിടക്കേണ്ട കാര്യമുണ്ടോ മുനിയാണ്ടി? എനിക്ക് അറിയാൻ പാടില്ല. ആരെങ്കിലും നിങ്ങളെ പേടിപ്പിച്ച പുതിയ ആരെങ്കിലും പേര് വന്ന് പറ, കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നുണ്ട്, ഇങ്ങനെ അട്ടിയടിക്ക് പേരുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തിനാണ് മുനിയാണ്ടി നാട്ടുകാരെ വിളിച്ചറിയിക്കുന്നത്? അറിയാത്തവരെയും കൂടെ അറിയിച്ച് കാണിക്കാൻ പറ്റിയൊരു ത്വരയുണ്ടാക്കി കൊടുക്കുക. ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട്, ഒന്ന് കാണണമല്ലോ. എന്തിനാണ് മുനിയാണ്ടി? അടുത്ത കമന്റാണ് പൊളി കമന്റ്. ഇപ്പോഴാ കണ്ടത്, ശരിയാ, മോർഫിംഗ് തന്നെയാ, കേസ് കൊടുക്കണം ഇത്താ എന്ന് മാന്യനായിട്ടുള്ള കുട്ടൻ. അവന്റെ പേരെന്താണ്? ശ്രീനാഥ്. പാവം കുട്ടൻ ശ്രീനാഥ് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടു മാമി കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ സാധനം മോർഫ മാമി, എന്തായാലും കേസ് കൊടുക്ക. എന്താ പറയണ്ടേ? ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വളരെ മാന്യമായിട്ടുള്ള കമന്റ്. പക്ഷെ എന്താണ് അവനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ കണ്ടിട്ടുണ്ടേ, കൊള്ളത്തില്ല, എല്ലാം മോർഫ. ഈ ഒരു സാധനമൊക്കെ ഇങ്ങനെയും കുറെ കമന്റുകൾ. പിന്നെ കുറെ പേര് നമ്മുടെ മുനിയാണ്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കണ്ടു. വളരെ നല്ല കാര്യം കേട്ടോ. ഞാനും ഒരു ചെറിയ രീതിയിലൊക്കെ മുനിയാണ്ടി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം. കാരണം മുനിയാണ്ടി പറയുന്നതിനകത്തൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് ഇവിടുത്തെ പോലീസുകാർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആർക്കെതിരെയാണോ മുനിയാണ്ടി പരാമർശം നടത്തുന്നത്, അല്ലെങ്കിൽ ആരെയാണോ ഈ മുനിയാണ്ടിക്കെതിരെ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്തു എന്ന് തെളിയുന്നത്, അവനെയൊക്കെ പിടിച്ച് അകത്തിടട്ടെ, ഇടുക തന്നെ വേണം. ഓക്കെ. പക്ഷേ ഈ മുനിയാണ്ടി ഇങ്ങനെ പേരുകൾ ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇതിനകത്ത് തെറ്റ് ചെയ്തവന്മാർ മാത്രം അകത്ത് പോയാൽ പോരെ? ഈ തെറ്റ് ചെയ്യാത്തവന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച്, അവന്മാരുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അവന്മാരെ കല്ലെറിഞ്ഞ് അവന്മാരും ഒരു സൈഡിൽ ഇരയാകുക. അപ്പൊ അവർക്ക് ലാസ്റ്റ് ഈ കേസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നിവിടുത്തെ നിയമസംഹിതയ്ക്ക് മനസ്സിലായി കഴിയുമ്പോൾ അവർക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്നൊരു നീതി? ഇവിടുത്തെ നിയമസംഹിത അവർക്ക് കൊടുക്കുന്നൊരു നീതി എന്തായിരിക്കും? വെറുതെ മക്കളെ നിങ്ങളെ കാര്യത്തിൽ പ്രൂഫ് ഒന്നുമില്ല, നിങ്ങൾ വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞങ്ങ് വിടുവാണോ?
അല്ല, അതിനകത്ത് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് കൊടുത്ത ഈ നമ്മുടെ മുനിയാണ്ടിയെ കൂടെ പിടിച്ചകത്തിടണം, അവർക്കും കൂടെ കൊടുക്കണം എന്തെങ്കിലും പണി. ചുമ്മാ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് പറയാൻ സമ്മതിക്കരുത്. ഇത് ബാക്കിയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്നതിനകത്ത് രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. മുനിയാണ്ടി വന്നപ്പോഴത്തേക്ക് ഈ ഇങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനത്തെ വൃത്തികേടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വന്ന് പറയട്ടെ. പക്ഷെ അതുപോലെ തന്നെ അതൊരു സൈഡാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ആർക്ക് വേണമെങ്കിലും എന്തും പറയാം എന്നുള്ളൊരു സംഗതിയും കൂടെ ഈ ഒരു മുനിയാണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടുകാർക്ക്. സോ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഒരു പരിപാടിയൊക്കെ ഇതൊക്കെ എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടെ കുഞ്ഞതായിട്ട് റിപ്പീറ്റ് അടിക്കുക. ഇങ്ങനെ 10 പേരെ കാണാത്തവരെയും കൂടെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനമൊക്കെ വന്നിടേണ്ട വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് മുനിയാണ്ടി വരരുത്. മുനിയാണ്ടി സെൽഫ് പ്രൊമോഷൻ, മുനിയാണ്ടി 10 പേരെ അറിയിക്കാൻ ശ്രമിച്ചു, നമ്മളത് 100 പേരെ അറിയിക്കാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. മുനിയാണ്ടി ചെയ്തത് തന്നെ നമ്മളും ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? മുനിയാണ്ടി പിന്നെ ഫേമസ് ആവാൻ വേണ്ടിയായിരിക്കും, നമുക്ക് ഇത്തിരി കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുനിയാണ്ടി, അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ഒരു സുഖമൊന്നും കിട്ടുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ നിയമസംഹിത തോറ്റു പോവുകയാണോ ഇവരുടെ മുന്നിൽ എന്നുള്ളൊരു വിഷമം കൂടെ ഉണ്ട്. കാരണം ഒരു പോക്സോ കേസൊക്കെ വന്നിട്ട് പോലും അപ്പൊ നമ്മളെ വേറെ വല്ലവരൊക്കെ ആയിരുന്നെങ്കിൽ ഉള്ള ഇരുന്നേനെ. ഇപ്പം ഒരു പോക്സോ കേസൊക്കെ ഒരു വെങ്കൊച്ചൊന്ന് കൊടുത്തായിരുന്നെങ്കിൽ ഇപ്പോഴും ഫുഡോ വീട്ടിൽ ഇരുന്ന് ഫേസ്ബുക്കിൽ ഇങ്ങനെ അടിച്ചിട്ടോണ്ടേ ഇരിക്കുക. അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്യാൻ നമ്മള് സുഖമല്ല, നല്ല രസമുണ്ടല്ലേ എന്തായാലും. അപ്പൊ എന്തായാലും മുനിയാണ്ടിയുടെ അടുത്ത കലാപരിപാടിക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഞാനും വെയിറ്റ് ചെയ്യുകയാണ് അടുത്ത കണ്ടന്റിനായിട്ട്.